ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 10-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 25,511 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തത് 25,476 ഗ്യാപ്പ് അപ്പായുള്ള ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ 12 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവിലേക്ക് വന്നിട്ടുള്ളത്. 38 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അതുപോലെ മറ്റു ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 257 പോയിന്റ് നെഗറ്റീവ് വന്നിട്ടുണ്ട്. IT നോക്കുമ്പോൾ 304 പോയിന്റ്, FMCGയിലേക്ക് നോക്കുമ്പോൾ 318 പോയിന്റാണ് ഡൗണിലേക്ക് വന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 176 പോയിന്റായിട്ട് ഡൗണിലാണ്. ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ടാരിഫുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 25,500 എന്ന് പറയുന്ന ആ റേഞ്ചിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വെച്ചുകൊണ്ട് മാർക്കറ്റ് ഇന്ന് ഡൗണിലേക്ക് വന്നിരിക്കുകയാണ്. 25,400 എന്ന് പറഞ്ഞ റേഞ്ച് താഴെയായിട്ട് ക്ലോസിംഗ് നടത്തിയിട്ടുണ്ട്. 25,355 എന്ന് പറയുന്ന റേഞ്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. FIയുടെ ഭാഗത്തു നിന്ന് മിക്കവാറും ഒരു സെല്ലിംഗ് തന്നെയായിരിക്കും കാണാൻ സാധിക്കുകയുണ്ടാവുക. അല്ലെങ്കിൽ DIA വലിയ രീതിയിലൊരു ബൈയിങ്ങിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഗെയിനിലി ക്ലോസ് ചെയ്ത് ഈ മാർക്കറ്റിന് ഡൗണിൽ പോലും ഗെയിനിൽ ക്ലോസ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, അതുപോലെ ജിയോ ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ, ഈ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവ് നിന്നപ്പോൾ നെഗറ്റീവിലേക്ക് വന്നത് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള HDFC പ്രധാനപ്പെട്ട സ്റ്റോക്കാണ്. അതുപോലെ തന്നെ റിലയൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്, റിലയൻസും HDFCയും നല്ല രീതിയിൽ ഡൗൺ പോയി കഴിഞ്ഞാൽ തന്നെ നിഫ്റ്റി നല്ല രീതിയിൽ ഡൗണിലേക്ക് പോകും. പക്ഷേ ഭാരതി എയർടെല്ലിൽ നിന്നും 2.73% ഡൗണാണ് പോയിരിക്കുന്നത്. 55 രൂപയോളം ഡൗൺ പോയിട്ടുണ്ട്. ICC ഡൗണിലാണ്, 8 രൂപയോളം ഡൗണാണ്. ഇൻഫോസിസ് 1%, 17 രൂപയോളം ഇൻഫോസിസ് ഡൗണിലേക്ക് പോകുന്നുണ്ട്. SBIN 3 രൂപ ഡൗണിലാണ്. അതുപോലെ ITC ഡൗണിലാണ്. HCL ടെക് ഡൗൺ, സൺഫാർമ, അതുപോലെ ആക്സിസ് ബാങ്ക് നമുക്ക് വലിയ രീതിയിൽ ഡൗൺ പറയാൻ പറ്റില്ല. പക്ഷേ കൊടാക് ബാങ്ക് എന്ന് പറയുന്നത് 25 രൂപയോളം ഡൗൺ വന്നിട്ടുണ്ട്. വിപ്രോ ഡൗണിലാണ്. കോൾ ഇന്ത്യ 3 രൂപയോളം ഡൗണിലാണ്. JSW സ്റ്റീലും ടാറ്റ സ്റ്റീലും ടാറ്റ മോട്ടേഴ്സും പോസിറ്റീവിലാണ് നിൽക്കുന്നത്. അതുപോലെ ഹിൻഡാൽകോ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ജിയോ ഫിനാൻസ് പോസിറ്റീവ് നിൽക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ മറ്റു നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇന്ന് 3 രൂപയോളം ഡൗൺ പോയിട്ടുണ്ട്. അതുപോലെ അശോക് ലൈലാൻഡ് ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് സ്റ്റോക്കുകൾ നമുക്ക് അദാനിയുടെ സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അദാനി സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രീനിലാണ് ക്ലോസ് ചെയ്തതെന്ന് പറയാൻ സാധിക്കും. 10 പൈസയൊക്കെയാണ് പോസിറ്റീവിലേക്ക് വന്നിട്ടുള്ളത്. മറ്റൊന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കിറ്റക്കൻ വാഗൺസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് പോസിറ്റീവിലാണ്. ബാക്കി സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവിലാണ്. സോളാറുമായി ബന്ധപ്പെട്ട KPI ഗ്രീൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സിസ്റ്റോൺ ചെറിയ രീതിയിൽ പോസിറ്റീവ് ഉണ്ട്. ഏകദേശം ഒരു പോസിറ്റിവിറ്റി എന്ന് മാത്രം പറയാം. അതുപോലെ KEA എനർജി സർവീസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 2 രൂപ പോസിറ്റീവ് ഉണ്ട്. ഇൻവെക്സ് എനർജി വിൻഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കും പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ കോൾ ഇന്ത്യ ഡൗൺ പോയിട്ടുണ്ട്. കാനറ ബാങ്ക് ഡൗൺ ആണ്. മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിലും ഇന്ന് മാർക്കറ്റ് ഡൗൺ വന്നതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും ഡൗണിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ചോളാമണ്ഡലം ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 16 രൂപ ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ BLS ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ 8 രൂപ ആ സ്റ്റോക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ABC ക്യാപിറ്റൽ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സി എൻ്റർപ്രൈസസ് നമ്മൾ നേരത്തെയൊക്കെ വാച്ച് ചെയ്യാനുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് നെഗറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഗോൾഡ് നോക്കുവാണെങ്കിൽ ഗോൾഡ് ചെറിയ പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ബിറ്റ്കോയിൻ ഡൗണിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ ഡൗണിലാണ്. ഗോൾഡ് ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡ് പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗോൾഡിലും ബിറ്റ്കോയിനൊക്കെ വലിയ രീതിയിലുള്ള ക്രാഷ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ബിറ്റ്കോയിനിൽ പെട്ടെന്ന് തന്നെ ക്രാഷ് ആയിട്ട് തിരിച്ച് റിവേഴ്സ് ആയിട്ട് കയറി പോകുന്നതും കണ്ടിട്ടുണ്ട്. ഫെർട്ടിലൈസർ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഡൗണിലേക്ക് വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡൗണിലേക്ക് വരും. ഒരു സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ നമ്മൾ ട്രെൻഡ് ലൈനൊക്കെ ഡൗൺ ചെയ്ത് പോയിട്ടോ. ട്രെൻഡ് ലൈനൊക്കെ നമ്മളോട് വരച്ചിട്ടുണ്ടായി. ആ ട്രെൻഡ് ലൈനെ ഒന്നും സസ്റ്റെയിൻ ചെയ്യാതെ താഴത്തേക്ക് വരികയുണ്ടായി. ട്രെൻഡ് ലൈനിന് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ നമുക്ക് സെല്ലിംഗ് എടുക്കാം, വേണമെങ്കിൽ ഒരു സെല്ലിംഗ് എടുക്കാം, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ഒക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് വന്ന് 25,377 നമ്മുടെ നേരത്തെ ലൈനായിരുന്നു. ആ ലൈനെയും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് 25,316 എന്ന് പറയുന്ന നമ്മുടെ മൈനർ സപ്പോർട്ട് ലൈനിലേക്ക് വരാനുള്ള സാധ്യതയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ആ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത്. ഈ സപ്പോർട്ടിൽ നിന്ന് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരു കൺസൾട്ടേഷൻ കളിച്ചിട്ട് മുകളിലേക്ക് പോകുമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് സെല്ലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് സെൽ ഓഫ് കാണുവാണെങ്കിൽ ഈ ട്രംപിൻ്റെ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ വരുന്നത് മാർക്കറ്റ് ഡൗണിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യും. പക്ഷേ എന്നാലും ഞാൻ എടുക്കുന്നത് 25,500 എന്ന് പറയുന്ന ഒരു റേഞ്ച് പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിലവിലെടുത്തിരിക്കുന്ന സപ്പോർട്ട് 25,300 എന്ന് പറയുന്ന സപ്പോർട്ടാണ്. 25,600 മറ്റൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. നാളത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് രാവിലെ ഒരു നോക്കാം മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നോക്കാം.